കർത്താവായ യഹോവേ, അങ്ങയുടെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അതിശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഈ സന്ധ്യയിൽ ഞാൻ സ്തുതിസ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാന്യരായ എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും, മാതാപിതാക്കൾക്കും, വാത്സല്യ സഹോദരങ്ങൾക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നു. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ എന്ന നിലയിൽ പരസ്പരവും സാഹോദര്യ ബന്ധത്തിൽ കഴിയേണ്ടതിന് ഇതുവരെയും കർത്താവ് കൃപയും അവസരവും നൽകിയല്ലോ. അതോർത്ത് തിരുനാമത്തിന് സ്തോത്രവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. വീണ്ടും ഈ സാഹോദര്യ ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ പേരിനും വിദ്യാഭ്യാസത്തിനും ജോലിക്കും പൗരത്വത്തിനുമൊക്കെ അതീതമായി യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹത്താൽ പരസ്പരം ബന്ധിതരായിരിക്കാൻ കർത്താവ് നമുക്കേവർക്കും കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽക്കുള്ള വാക്യങ്ങളാണ്. 5 മുതൽ 18 വരെ. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 5 തൊട്ട് 8-ാം വാക്യത്തിൻ്റെ തുടക്കം വരെ മനുഷ്യന്റെ സൃഷ്ടിയും മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചതും അവന് ദൈവം നൽകിയതുമായ കാര്യങ്ങളൊക്കെയാണ്. 8-ാം വാക്യത്തിന്റെ അവസാനത്തിൽ അവർ നഷ്ടപ്പെടുത്തിയ വിഷയങ്ങളെക്കുറിച്ചും. എന്നാൽ 9 മുതൽക്ക് 18 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാം ആദാമിൻ്റെ പാപം നിമിത്തം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടതൊക്കെ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിൽ കൂടെ തിരികെ ലഭിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയയാണ് വിവരിച്ചിരിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ ജഡധാരണം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ജന്മം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് 9 മുതൽ 18 വരെയുള്ള 10 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം, അതേക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ വിവരിക്കുന്നത്. സ്തോത്രം. നമ്മളതേക്കുറിച്ച് 11-ാം വാക്യം വരെ പഠിച്ചു. അല്പം വിശാലമായിട്ടാണ് നാം ആ ഭാഗങ്ങളിൽ പോയത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. പിന്നെയും ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഇങ്ങനെ വിശാലമായി തന്നെ പോണോ അതോ ചുരുക്കിപ്പോയാൽ മതിയോ എന്ന്.
എന്തോ ഇങ്ങനെ വിശാലമായിട്ട്. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. വർഗീജാൻ എന്തായിരുന്നു പറഞ്ഞ് കേട്ടില്ല. അതെ, ഇങ്ങനെ തന്നെ പോണമെന്ന്, ഓക്കെ വിശാലമായിട്ട് പോണം. ഓക്കെ, സ്തോത്രം. ശരി ശരി. നമ്മുടെ റെക്കോർഡിങ്സ് കേൾക്കുന്ന ചിലരുടെ അഭിപ്രായം അല്പം കൂടെ കൺസൈസ്ഡ് ആയാൽ നല്ലതാണെന്ന് വന്നതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ അഭിരുചിക്കനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് അഥവാ സഹകരണത്തിന് പ്രത്യേകാൽ നന്ദിയുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമായിരുന്നുവല്ലോ. 11, 12, 13 കൂടെ ഒന്ന് ചേർത്തൊന്നും കൂടെ നമുക്ക് വായിക്കാം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയും. സ്തോത്രം. നമുക്കറിയാവുന്നതുപോലെ സോങ് ഓഫ് ദ സഫറിംഗ് സെർവന്റ്, യഹോവയുടെ കഷ്ടമനുഭവിക്കുന്ന ദാസൻ, യേശുക്രിസ്തുവിനെ യെശയ്യാ പ്രവാചകൻ സംബോധന ചെയ്യുന്നത് ആ നിലയിലാണ്. സഫറിംഗ് സെർവന്റ് എന്ന ഒരു പേര് അങ്ങനെ നേരിട്ട് കൊടുക്കുന്നില്ലെങ്കിലും യഹോവയുടെ ദാസൻ എന്ന് ക്രിസ്തുവിനെ പ്രവചനാത്മാവിൽ യെശയ്യാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 53-ാമത്തെ അധ്യായം നമുക്ക് വളരെ പരിചിതവും നമ്മിൽ പലർക്കും മനഃപ്പാഠവുമാണ്. സ്തോത്രം. അവിടെ അതിന്റെ 11-ാമത്തെ വാക്യവും കൂടെ വായിച്ചാട്ടെ. ഐശയ്യാ 53:11. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. സ്തോത്രം. ഈ അധ്യായത്തിൽ പല ഭാഗത്ത് എബ്രായ 2:11 ചേർത്ത് വയ്ക്കാവുന്ന പ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് നാം ഇപ്പോൾ വായിച്ചത്. എന്റെ ദാസൻ, യഹോവയായ ദൈവം ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച് പറയുന്ന, യഹോവയല്ല പ്രവചിക്കുന്നത്, യഹോവ തന്റെ പ്രവാചകനായ യെശയ്യാവിലൂടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അവിടെ നമ്മുടെ കർത്താവിനെ വിളിക്കുന്നു എന്റെ ദാസൻ. ആരാ? എന്റെ യഹോവയായ ദൈവം. പണ്ടൊക്കെ പ്രവാചകന്മാര് എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ആ ആദ്യ നാളുകളിലൊക്കെ പ്രവാചകന്മാര് ദൂത് പറയുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. എൻ്റെ കൈ നിനക്ക് അനുകൂലം, ആ നിലയില. എനിക്ക് അറിഞ്ഞുകൂടാത്ത ആ സമയത്ത് ഞാൻ വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, ഈ പ്രവാചകന്റെ കൈ നമുക്ക് അനുകൂലമായതുകൊണ്ട് എന്തോ പ്രയോജനമാണെന്ന്. അപ്പം എൻ്റെ മകനെ എന്നൊക്കെ വിളിച്ച ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ മകനാണോ ഞാനെന്ന്. അപ്പം ഇത് ഇപ്പം പക്ഷെ അങ്ങനൊന്നുമല്ല. നിന്നോട് യഹോവ ഇങ്ങനെ, യേശു ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇറ്റലി പ്രോഫറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രവാചകനിലൂടെ
യഹോവ ക്രിസ്തുവിനെ കുറിച്ച് അരുളി ചെയ്തതാണ് എൻ്റെ ദാസൻ. അതുകൊണ്ടാണ് നമ്മൾ യഹോവയുടെ ദാസൻ എന്ന് യേശുക്രിസ്തുവിനെ വിളിക്കുന്നത്. സ്തോത്രം. അപ്പൊ അവിടെ പറയുന്നു, എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതീകരിക്കും. നമ്മൾ കണ്ടു, വിശുദ്ധീകരണത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് തന്നെ നീതീകരണം ആണ് എന്ന്. അപ്പോൾ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനത്തിൻ്റെ നിവൃത്തിയാണ് അപ്പോസ്തോലനിലൂടെ എബ്രായർ 2:11 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധീകരിക്കുന്നവൻ, നീതീകരിക്കുന്നവൻ എന്ന്. ആ ഭാഗങ്ങൾ ഇനിയും നമുക്ക് ചിന്തിക്കാനുണ്ടെങ്കിലും അങ്ങനെ പോയാൽ അങ്ങനെ അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ച ഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. സ്തോത്രം. ഇന്നലെ നമ്മൾ കണ്ടത്, നമ്മുടെ കർത്താവ് നമ്മളെ തൻ്റെ സഹോദരന്മാർ, ശരിയായ അർത്ഥത്തിൽ സഹോദരങ്ങൾ എന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല എന്നതായിരുന്നു. അതേ സംബന്ധിച്ച 4 കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു. കർത്താവ് നമ്മെക്കുറിച്ച് സഹോദരങ്ങളെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കർത്താവിന് നമ്മെക്കുറിച്ച് അഭിമാനമുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവിന് ഗർവമാണ് നമ്മെക്കുറിച്ച്. മൂന്നാമത്, അത് നമ്മെ ദൈവം മാനിക്കുന്ന മാന്യതയായതുകൊണ്ട് നമുക്കും അതിൽ അഭിമാനം വേണം. സ്തോത്രം. നമ്മൾ നമ്മുടെ കർത്താവിനെ പറ്റി ലജ്ജിപ്പാൻ പാടില്ല. ഈ 3-4 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഈ ലോകത്തിൽ നമ്മെ സഹോദരങ്ങളെന്ന് വിളിക്കാൻ ലജ്ജിക്കാത്ത നമ്മുടെ കർത്താവ് വരുവാനുള്ള ലോകത്തിൽ ന്യായവിധി നാളിൽ പിതാവായ ദൈവത്തിൻ്റെയും എണ്ണമറ്റ വിശുദ്ധ ദൂതന്മാരുടെയും വിശുദ്ധന്മാരായ മനുഷ്യരുടെയും അല്ലെങ്കിൽ സിദ്ധന്മാരായ മനുഷ്യരുടെയും മുമ്പാകെ നമ്മളെ കർത്താവിൻ്റെ സ്വന്തമെന്ന് ഏറ്റുപറയുവാൻ ലജ്ജിക്കുകയില്ല. സ്തോത്രം. എന്നുള്ള ഭാഗവും നമ്മൾ കണ്ടു. എന്നാൽ ചിലരെ കുറിച്ച് ലജ്ജിക്കും. 2 കൂട്ടരെ കുറിച്ചാണെന്ന് നമ്മൾ കണ്ടു. പ്രധാനമായും, ഒന്ന്, ഭൂമിയിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് നാണിക്കുന്നവരെ സ്വന്തമെന്ന് പറയാൻ കർത്താവും നാണിക്കും, ലജ്ജിക്കും. 2, ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ആരെക്കുറിച്ചാണ് കർത്താവ് ലജ്ജിക്കുന്നതെന്ന്? ഉടുപ്പ് മലിനമാകുന്നവരെ കുറിച്ച്. Those who will spoil their garments. എന്ന് വെച്ചാൽ, ഉടുപ്പ് ആക്കാത്തവരെ കുറിച്ച് കർത്താവിന് അഭിമാനമാണ്. അവരെക്കുറിച്ച് നാണം തോന്നുകയില്ലെന്നാണ് നാം ഇന്നലെ വെളിപ്പാട് 3-ാം അധ്യായത്തിൽ വായിച്ചത്. സ്തോത്രം. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടോ? ഒന്നുമില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും പോകാം. അവിടെ കാണുന്നത്, അങ്ങനെ ലജ്ജിക്കാത്തതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? I will proclaim your name to my brethren.
In the midst of the congregation, I will sing your praise. സ്തോത്രം. കർത്താവിന് നമ്മെക്കുറിച്ച് സഹോദരങ്ങളെന്ന് പറയാൻ ലജ്ജയില്ലാത്തത് കൊണ്ട് പ്രവാചക ശബ്ദത്തിൽ, സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇവിടെ എടുത്തുദ്ധരിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനം 22:22, സാംസ് 22:22. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. 25 കൂടെ 25. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു, അവന്റെ ഭക്തന്മാർ കാണുകെ ഞാൻ എന്റെ നേർച്ചകളെ കഴിയും. സ്തോത്രം. മറ്റൊരു ഭാഗം 40-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യമാണ്. സാംസ് 40:10. ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല, നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു, നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചു. അപ്പോൾ ഈ വാക്യങ്ങളെയാണ് സങ്കീർത്തനങ്ങളിൽ നിന്ന് അപ്പോസ്തലൻ 12-ാം വാക്യത്തിൽ, എബ്രായർ 2:12 എടുത്ത് ഉദ്ധരിക്കുന്നത്. സ്തോത്രം. യോഹന്നാൻ 18:20 കൂടെ, ജോൺ 18:20. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു, പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദൈവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു, രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചു. മഹാസഭയിൽ ഞാൻ നിന്റെ നാമത്തെ പ്രസ്താവിക്കുന്നെന്ന് പ്രവാചകനിലൂടെ സങ്കീർത്തനക്കാരൻ ഇവിടെ മശിഹൈക പ്രവചനം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരെയും നമുക്ക് പ്രവാചകന്മാരെന്ന് വിളിക്കാം. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മശിഹ സങ്കീർത്തനങ്ങളിലൂടെ പ്രവചനങ്ങൾ ഉള്ളതുകൊണ്ട് ആ സങ്കീർത്തന രചയിതാക്കളെയും നമുക്ക് പ്രവാചകന്മാരെന്ന് വിളിക്കാം. ആ അർത്ഥത്തിൽ ദാവീദും പ്രവാചകനാണ്, കോരഹപുത്രന്മാരും പ്രവാചകന്മാരാണ്, അങ്ങനെ പല സങ്കീർത്തന രചയിതാക്കളും. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ കർത്താവ് ചെയ്തു എന്ന് എടുത്തു പറയുന്നു. സഹോദരന്മാരോട് നിന്റെ നാമത്തെ കീർത്തിക്കുമെന്നും മഹാസഭയ്ക്ക് ഞാൻ നിന്റെ നാമം മറച്ചതുമില്ല എന്നുമൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ 2 പ്രധാനപ്പെട്ട നിറവേറലുകൾ ഉണ്ടായി. 2 പ്രധാനപ്പെട്ട നിറവേറലുകൾ. അതിലൊന്നാണ് ഇവിടെ നാം കാണുന്നത്. യോഹന്നാൻ 18:20 യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാ കാലത്തെ പറ്റിയുള്ള പരാമർശമാണത്. അവിടെ സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 അർത്ഥങ്ങളിലാണ്. ഒന്ന്, യഹൂദന്മാർ എന്ന നിലയിൽ, സഹോദരന്മാരെന്ന് യഹൂദന്മാരെ, ഇസ്രായേല്യരെ യേശു വിളിക്കുന്നു. സ്തോത്രം. 2, സകല വിശുദ്ധന്മാരെയും. അതാണ് നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ വിശുദ്ധന്മാരെയും കർത്താവ്, പ്രത്യേകിച്ച് പുതിയ നിയമ വിശുദ്ധന്മാരെ കർത്താവ് സഹോദരന്മാർ എന്ന് വിളിക്കുന്നു. അപ്പൊ 2 അർത്ഥത്തിൽ ഈ സഹോദരന്മാർ എന്ന പ്രയോഗമുണ്ട്. സഹോദരന്മാർ, ബ്രദറൻ ഓഫ് ജീസസ്, ഹാസ് 2 meanings. Otherwise, there are 2 sects of brethren of Jesus. The first sect is Israelites. In physical way, in literal way,
they are the brethren of Jesus by race. ജാതി വെച്ച്, വർഗം വെച്ച്, ഗോത്രം വെച്ച് യഹൂദന്മാരാണ് യേശുക്രിസ്തുവിന്റെ അക്ഷരീക സഹോദരങ്ങൾ. 2, നമ്മളിപ്പോൾ 11-ാം വാക്യത്തിൽ കണ്ടതുപോലെ യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീർന്ന സകല വിശുദ്ധന്മാരും യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. സ്തോത്രം. അപ്പൊ ഈ 2 രീതിയിലാണ് സഹോദരന്മാർ എന്ന പ്രയോഗം. There are 2 sects of brethren of Jesus. Israelites, literally by race, and all the saints who became God's children by faith in Christ. ഈ 2 രീതിയിൽ സഹോദരന്മാർ. രണ്ടാമത്തെ കാര്യം, ഞാൻ നിന്റെ നാമത്തെ സഹോദരന്മാരോട് കീർത്തിക്കും. മഹാസഭയ്ക്ക് ഞാന് നിന്റെ നാമം മറച്ചതുമില്ല എന്ന് പറയുന്നതിനും 2 അർത്ഥമുണ്ട്. അതിലൊന്നാണ് നമ്മൾ യോഹന്നാൻ 18:20 ഇപ്പോൾ വായിച്ചത്. അത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യഹൂദന്മാർ അഥവാ ഇസ്രായേല്യർ എന്ന സഹോദരങ്ങളോട് പള്ളികളിലും ദേവാലയത്തിലും ഉൾപ്പെടെ ക്രിസ്തു പ്രസംഗിച്ച ദൈവത്തെ വെളിപ്പെടുത്തിയ കാര്യമാണ് പറയുന്നത്. ജീസസ് പബ്ലിക് മിനിസ്ട്രി was a demonstration, or rather a revelation of God invisible and God unseen. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അദൃശ്യനും ആരും കണ്ടിട്ടില്ലാത്തവനുമായ ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ട് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയെ ഇവിടെ പ്രസ്താവിക്കുന്ന കാര്യമാണ്. അത് യേശു ചെയ്തത് രഹസ്യമായിട്ടല്ല. കർത്താവ് തന്നെ പറഞ്ഞത്. യഹൂദന്മാരോട് കർത്താവ് പറയുക, ഞാൻ പള്ളികളിൽ പോയി പ്രസംഗിച്ചു, നിങ്ങളുടെ പള്ളികളിൽ. യെരുശലേം ദേവാലയത്തിൽ യോഹന്നാൻ 2-ാം അധ്യായം അനുസരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒടുക്കത്തിലും 2 ഒന്നാണെന്ന് പറയുന്നവരുണ്ട്, അല്ല 2 2 തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ഒരു വട്ടം നടന്നു എന്നുള്ളത് സത്യമാണ്. എന്താ നടന്നത്? പ്യൂരിഫിക്കേഷൻ ഓഫ് ജെറൂസലേം ടെമ്പിൾ. യെരുശലേം ദേവാലയത്തിന്റെ ശുദ്ധീകരണം യേശു കർത്താവ് നടത്തി. കൂടെ വരുന്നുണ്ടല്ലോ. സ്തോത്രം. യോഹന്നാനിൽ അത് ശുശ്രൂഷയുടെ ആരംഭത്തിങ്കലാണ്, 2-ാം അധ്യായത്തിലുണ്ട്. മത്തായിയിൽ ശുശ്രൂഷയുടെ അവസാന സമയത്താണ്. അങ്ങനെ we have 2 accounts of temple purification. As per John chapter 2, it was at the very beginning of his public ministry, whereas Matthew says it was at the close of his public ministry. സ്തോത്രം. അപ്പം ഏതായാലും ഇതെല്ലാം കർത്താവ് ചെയ്തത് രഹസ്യമായിട്ടല്ല. ഈ 3 വർഷത്തിൽ പരം കർത്താവിന്റെ ശുശ്രൂഷ പരസ്യമായിട്ടായിരുന്നു. ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിലും പിന്നെ ഇസ്രായേൽ മുഴുവനും പരന്നു കിടക്കുന്ന പള്ളികൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ
പ്രാർത്ഥനാലയങ്ങളിലും. സിനഗോഗ്സ് എന്നാണ് അവയെ വിളിക്കുന്നത്. സ്തോത്രം. ആരാധനാലയമെന്നോ പള്ളി എന്നോ ഒക്കെ പറയുന്നത് സിനഗോഗുകളാണ്. യെരുശലേം ദേവാലയം അല്ല. നമുക്കറിയാം, യെരുശലേമിലല്ലാതെ മറ്റെങ്ങും ദേവാലയമോ യാഗപീഠമോ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ആണ്ടിൽ 3 പ്രാവശ്യം ഇസ്രയേലി പുരുഷന്മാരെല്ലാവരും യെരുശലേമിൽ 7 ഉത്സവ ആചരണങ്ങൾക്ക് വേണ്ടി വന്നു ചേരണമായിരുന്നു. എന്നാൽ എല്ലാ ശനിയാഴ്ചയും യെരുശലേമിലോട്ട് ചെന്ന് ആരാധന കഴിക്കാനും ഒന്നും ഒക്കാത്തതുകൊണ്ട് ഇസ്രായേൽ മക്കൾ അവരുടെ സൗകര്യാർത്ഥം ഇസ്രായേൽ ദേശത്തൊക്കെ കൂടിവരവിന് വേണ്ടി പള്ളികൾ നിർമ്മിച്ചു, അഥവാ സിനഗോഗുകൾ, പ്രാർത്ഥനാ ഭവനങ്ങൾ, ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ അഥവാ സിനഗോഗുകളിലും യെരുശലേം ടെമ്പിൾ, യെരുശലേം ദേവാലയത്തിലും യേശുക്രിസ്തു പരസ്യമായി ശുശ്രൂഷിച്ചതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ രണ്ടാമതൊരർത്ഥമുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിലുള്ള കാലത്ത് സംഭവിച്ചതാണ്. യേശുവിൻ്റെ ക്രൂശുമരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിൽ സംഭവിച്ച കാര്യം നമുക്കതറിയാം. Where was Jesus between his crucifixion and resurrection? നമുക്കറിയാമല്ലോ, ക്രൂശുമരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിൽ കർത്താവ് എവിടെയായിരുന്നു? പാതാളത്തിൽ ചെന്ന് സുവിശേഷിച്ചു എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ. അതാണ് പറുദീസയിൽ. ഓക്കെ, കർത്താവ് തന്നെ പറഞ്ഞത് ഈ 3 ദിവസം കർത്താവ് എവിടെയായിരിക്കുമെന്നാ? പറുദീസയിലായിരിക്കുമെന്ന്. പറുദീസയിൽ. ആ പറുദീസയെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. അബ്രഹാം പിതാവിൻ്റെ മടി, ദ അപ്പർ ഷിയോൾ, മുകളിലത്തെ പാതാളം. മുകളിലത്തെ പാതാളം എന്ന് എഴുതിയിട്ടില്ല, പക്ഷേ കീഴെയുള്ള പാതാളം എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ മീതെയുള്ള പാതാളം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 3 ദിവസം കർത്താവായിരുന്നത് ഈ മുകളിലത്തെ പാതാളമെന്ന് വിളിക്കപ്പെടുന്ന നീതിമാന്മാരുടെ ആത്മാക്കളുടെ വിശ്രമസ്ഥലമെന്ന് വിളിക്കപ്പെടുന്ന, അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് വിളിക്കപ്പെടുന്ന, പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലത്തായിരുന്നു. അവിടെ ആരുണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. സങ്കീർത്തനത്തിൽ നിന്നും എഫേസ്യർ 4:7 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും നമ്മളത് കണ്ടിട്ടുണ്ട്. ഹാബേൽ മുതൽ ഉള്ള ബദ്ധന്മാരുടെ ആത്മാക്കൾ. ഹാബേലായിരുന്നു ആദ്യത്തെ വിശ്വാസി എന്ന് നമുക്കറിയാം. ആദ്യം മരിച്ച നീതിമാൻ ഹാബേലാണെന്ന് നമുക്കറിയാം. ആ ഹാബേൽ മുതൽ നമ്മുടെ അറിവനുസരിച്ച് ഏറ്റവും ഒടുവിൽ
പഴയ നിയമ കാലത്ത് മരിച്ച ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ വരെയുള്ള ആത്മാക്കൾ ബദ്ധന്മാരായി മുകളിലത്തെ പറുദീസയിൽ അബ്രഹാം പിതാവിന്റെ മടിയിൽ കഴിഞ്ഞിരുന്നു. അവരോടാണ് പോയി കർത്താവ് സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നത്. അവിടെ പോയി അവരും ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യരാണ്, അർഹരാണ്. ആ സഭാമധ്യത്തിലും ദൈവം വാഗ്ദത്തം ചെയ്തത് നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന സദ്വർത്തമാനം അറിയിച്ചു. അതുകൊണ്ടാണ് എബ്രായർ 11:40 അല്ലെങ്കിൽ 38 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അവർ എല്ലാവരും ആര്? പഴയ നിയമവിശുദ്ധൻ. പഴയ നിയമവിശുദ്ധന്മാർ അവരെല്ലാവരും. ബാക്കി വായിച്ചു. വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. സ്തോത്രം. പഴയ നിയമവിശുദ്ധന്മാർക്കെല്ലാവർക്കും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. പക്ഷേ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ പ്രാപിക്കാഞ്ഞ്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. കൺസ്യൂമേഷൻ ഓഫ് സാൽവേഷൻ. They may not attain the consummation of salvation without you and me. Before the New Testament church, നമ്മെ കൂടാതെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അപ്പോൾ അവർ കാത്തിരിക്കുകയായിരുന്നു വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി. ദൈവം അരുളി ചെയ്തതിന്റെ നിവർത്തീകരണം കാണാൻ. അത് മാനവജാതിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ദൈവപുത്രൻ തന്നെത്താൻ അർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ ഹാബേൽ മുതലുള്ളവരുടെ യാഗാർപ്പണങ്ങളെല്ലാം വിശ്വാസത്താലായിരുന്നു. ഏത് വിശ്വാസത്താൽ? എന്തിന്റെ വിശ്വാസത്താൽ? ക്രിസ്തുവിനെ കുറിച്ച്. വരുവാൻ പോകുന്ന പരമയാഗമായ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വിശ്വാസത്താൽ. നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാൽ. മുന്നോട്ട് നോക്കി അത് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതെ. നമ്മളാണെങ്കിൽ പിന്നോട്ട് നോക്കി പുറകോട്ട് നോക്കിയത് കാണുന്നു. ആബ്സല്യൂട്ട്ലി. പഴയ നിയമവിശുദ്ധന്മാർ ഹാബേൽ മുതലുള്ളവരെല്ലാം മുൻപോട്ട് നോക്കി അവൻ വരുന്നു 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 എന്ന് വിളിച്ചു പറഞ്ഞു, വിശ്വസിച്ചു. പക്ഷേ അവരാരും അത് കണ്ടില്ല. ഒന്ന് പത്രോസ് 1:10 മുതൽക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരാരാഞ്ഞു നോക്കി, പക്ഷേ
നമ്മൾ ഇന്ന് പുറകോട്ട് നോക്കി അവൻ വന്നു നിവർത്തിച്ചുമിരിക്കുന്നു, അവൻ വന്നു നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. രണ്ടിനും മധ്യത്തിൽ യേശുവിന്റെ ക്രൂശ് ഉയർന്നു നിൽക്കുകയാണ്. സ്തോത്രം. വ്യക്തമാണോ? സ്തോത്രം. അപ്പോൾ സഹോദരന്മാരോട് കീർത്തിക്കും, നിന്റെ നാമത്തെ കീർത്തിക്കും എന്നതിൻ്റെ രണ്ടർത്ഥങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന്, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരായ യേശുവിൻ്റെ അക്ഷരീക സഹോദരങ്ങളോട് ദൈവത്തെക്കുറിച്ച്, ദൈവഹിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് കർത്താവിൻ്റെ ആത്മാവിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് അബ്രഹാം പിതാവിൻ്റെ മടിയെന്ന പറുദീസയിൽ ചെന്ന് ഹാബേൽ മുതൽ ഇങ്ങോട്ട് ബദ്ധരായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് നിങ്ങൾ കാത്തിരുന്നത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ആ ബദ്ധന്മാരായ ആത്മാക്കളെ പിടിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ കയറിപ്പോയി അവരെ സ്വതന്ത്രരാക്കുന്ന വിഷയത്തെക്കുറിച്ചുമാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ചോദ്യങ്ങളോ സംശയങ്ങളോ വല്ലതും ഉണ്ടോ? സഭാമധ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാ പാസ്റ്റർ? അതാ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന്, യഹൂദന്മാരുടെ കൂട്ടം, സഹോദരന്മാരുടെ കൂട്ടമാണ് സഭ, സഭാമധ്യേ. സഭ എന്ന് പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സഭ എന്ന് കാണുന്നതെല്ലാം ക്രിസ്തീയ സഭയല്ല. അവിടെ സഭ എന്ന് വെച്ചാൽ ഒരു കോൺഗ്രിഗേഷൻ, ഇംഗ്ലീഷ് നമ്മൾ വായിച്ചല്ലോ, കോൺഗ്രിഗേഷൻ. ഈ സഹോദരന്മാരുടെ കൂട്ടം. അതിനാ കർത്താവ് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കൊന്നും ആരോട് സംസാരിച്ചില്ലല്ലോ, പരസ്യമായിട്ടല്ലേ, നിങ്ങളൊക്കെ കൂടി വരുന്ന സ്ഥലത്തല്ലേ. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു. ലൂക്കോസ് 4-ാം അധ്യായം, അവിടെ ദേവാലയത്തില, ദേവാലയത്തിലല്ല, ആരാധനാലയത്തില. സഭ എന്നതുകൊണ്ട് ഈ സഹോദരന്മാരുടെ, ഈ വാക്യത്തിന്റെ തന്നെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സഹോദരന്മാരുടെ കൂട്ടം, അതാണ് സഭ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ, ആയിരക്കണക്കിന് ആൾക്കാരുടെ മധ്യത്തിലാണ് കർത്താവ് പ്രസംഗിച്ചത്, ശുശ്രൂഷിച്ചത്. അതുപോലെ തന്നെ പറുദീസയിൽ ചെന്നപ്പോഴും ഒറ്റയ്ക്കല്ല, ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാരുടെ വലിയൊരു സംഘം അവിടെയുണ്ട്. അതാണ് സഭ എന്ന്, സഭാമധ്യേ എന്ന് പറയുന്നത്. ജനങ്ങളുടെ മധ്യേ, ആൾക്കൂട്ടത്തിന്റെ മധ്യേ, കോൺഗ്രിഗേഷൻ. ഓക്കെ. മറ്റെന്തെങ്കിലും? ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ ഈ പഴയ നിയമത്തിലെ വാക്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളെയും സഹോദരന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം,
എബ്രായ ലേഖനം എബ്രായ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന സഹോദരന്മാർ എന്ന പ്രയോഗം ഒന്നാമത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. യോഹന്നാൻ 1:18 കൂടെ വായിച്ചാട്ടെ. ജോൺ 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി. കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഇതായിരുന്നല്ലോ, റിവീലിംഗ് ദ ഫാദർ, പിതാവിനെ വെളിപ്പെടുത്തുക. യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസ് പറയുന്നുണ്ട്, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ, ഞങ്ങൾക്കത് മതി. ഇപ്പൊ കർത്താവോട് പറയുന്ന ഉത്തരവൊക്കെ നമുക്കറിയാം. പിതാവിനോടുള്ള യേശുക്രിസ്തുവിന്റെ ഐക്യതയും ഏകാത്മകതയുമൊക്കെ അവിടെ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിതാവിനെ വെളിപ്പെടുത്തി. 17-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 2-ാമത്തെ വാക്യം. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. വായിച്ചോ. നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ക്രിസ്തു എല്ലാവർക്കും നിത്യജീവനെ കൊടുക്കുന്നു. അത് നമുക്കറിയാം. ഇത് യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ തനിക്കായിട്ട് തന്നെയുള്ള അപേക്ഷകൾ. അതിൽ 6-ാമത്തെ വാക്യവും കൂടെ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ അല്ലെങ്കിൽ പിതാവ് പുത്രന് കൊടുത്തിട്ടുള്ളവർക്കൊക്കെ 2-ാം വാക്യത്തിൽ നിത്യജീവനെ കൊടുത്തു. 6-ാം വാക്യത്തിൽ പിതാവിനെ അവർക്ക് വെളിപ്പെടുത്തി. സ്തോത്രം. അപ്പോൾ ഈ വാക്യങ്ങളുടെ, അതായത് എബ്രായർ 2-ന്റെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 12-13 വാക്യങ്ങളുടെ അർത്ഥം നമുക്കിവിടെ വ്യക്തമാകുന്നു. യേശുക്രിസ്തു പിതാവിനെ അവർക്ക് വെളിപ്പെടുത്തി. യേശുക്രിസ്തു പിതാവിന്റെ നാമം അവരോട് അറിയിച്ചു. Revelation of the Father was one of the key goals of Jesus' human birth and life. യേശുവിൻ്റെ മാനുഷ ജന്മത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു പിതാവിനെ വെളിപ്പെടുത്തുക. സ്തോത്രം. അത് ആർക്കാണോ ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തിയത്,
അവർ യേശുവിൻ്റെ സഹോദരങ്ങൾ. അവർ യേശുവിൻ്റെ സഹോദരങ്ങൾ. ആ സഹോദരങ്ങൾ ഒന്നാമത് ഇമ്മീഡിയറ്റ് ആയിട്ട് യഹൂദന്മാരും അതിനുശേഷം ദൈവമക്കളായി തീരുന്ന സകല വിശുദ്ധന്മാരും. സ്തോത്രം. അതാണ് നാം ആ ഭാഗങ്ങളിൽ കാണുന്നത്. സ്തോത്രം. വീണ്ടും നമുക്ക് എബ്രായർ 2:12-13 വരാം. പഴയ നിയമ ഉദ്ധരണികൾ പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ആ ഒറ്റ വാക്യത്തിനകത്ത് പഴയ നിയമത്തിലെ 3 ഭാഗങ്ങളെ എടുത്തുദ്ധരിച്ചിരിക്കുകയാണ് അപ്പോസ്തലൻ. സഹോദരങ്ങൾ. നമ്മെ കർത്താവ് സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത് പലയിടങ്ങളിലും കണ്ടു. പ്രത്യേകിച്ച് നാമും കൂടെ ഉൾപ്പെടുന്ന സമൂഹത്തെ സഹോദരങ്ങൾ എന്ന് വിളിച്ചതാണ് നാം യോഹന്നാൻ 20:17 3-4 ദിവസത്തിന് മുൻപ് കണ്ടത് എന്ന് ഓർക്കുമല്ലോ. മറിയയോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൊടുക്കുന്ന ആജ്ഞയാണ്, നീ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്, നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്നും എൻ്റെ സഹോദരന്മാരോട് അറിയിപ്പി. സ്തോത്രം. ആ ശിഷ്യന്മാർക്കൊക്കെ എന്തൊരു അഭിമാനമായിരിക്കും. നമുക്കറിയാം, യേശു കർത്താവ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞത്. സ്തോത്രം. മറ്റൊരിക്കൽ കർത്താവ് ഇങ്ങനെ തിരക്ക് പിടിച്ച് ശുശ്രൂഷയിലായിരുന്ന സമയത്ത് ആരാണ്ടൊക്കെ കൂടെ വന്ന് പറഞ്ഞു, നീ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിന്നോ, അതുകൊണ്ട് പുറത്ത് നിന്റെ അമ്മയും സഹോദരന്മാരും വന്ന് നിന്നെ എത്ര നേരം കൊണ്ട് അന്വേഷിക്കുക. ആ പരുഷതയോടാ കർത്താവിനോട് പറയുന്നത്. യേശുവിന്റെ ശുശ്രൂഷയൊന്നും ഇഷ്ടമില്ലാത്തവരാ. അപ്പോൾ അവരോടൊക്കെ കർത്താവ് പറഞ്ഞ കാര്യം നമുക്കറിയാം. ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? സ്തോത്രം. എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ്? സ്തോത്രം. യേശുവിനെ ചുമന്ന ഉദരവും, ആ സ്ത്രീയുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശു പാല് കുടിച്ച് മാറുമുള്ളവരാണോ യേശുവിൻ്റെ അമ്മ? സ്തോത്രം. യേശുക്കത്ത പറഞ്ഞു, അല്ല, അവരല്ല. സ്തോത്രം. ലൂക്കോസ് 8:21 വായിച്ചോളൂ. ലൂക്ക് 8:21. അവരോടവൻ, എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്നുത്തരം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ആ മറിയയുടെ ഭർത്താവായ യോസേഫ് അന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു സൂചനയുമില്ല. മരിച്ചുപോയിരുന്നിരിക്കും എന്നാണ് ധാരണ. കാരണം യേശുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യോസെഫിനെ നമ്മൾ എങ്ങും കാണുന്നില്ല. അപ്പോൾ അതിനു മുമ്പേ മരിച്ചിരിക്കാം. പിന്നെ ഇവിടെയും അമ്മയും സഹോദരന്മാരും എന്നേ ഉള്ളൂ.
അപ്പനെന്നൊന്നും പറയുന്നില്ല. മരണസമയത്തും മറിയയുടെ ഉത്തരവാദിത്വം യോഹന്നാനെ യേശു ഏൽപ്പിക്കുന്നു. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മക്കൾക്ക് അമ്മയുടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ യോസേഫ് മരിച്ചിരിക്കാനാണ് സാധ്യത എന്ന ധാരണയ്ക്ക് കൂടുതൽ ബലം ലഭിക്കുന്നു. പോകട്ടെ, അപ്പനെ പറ്റി പരാമർശമില്ല. എന്നാൽ ഗലീലക്കാരുടെ അർത്ഥമൊക്കെ നമുക്ക് അറിയാമല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്ത, വലിയ സ്റ്റാൻഡേർഡൊന്നും ഇല്ലാത്ത, വലിയ നിലവാരമൊന്നുമില്ലാത്ത, പണക്കാരല്ലാത്ത, സാധാരണക്കാരേക്കാൾ താഴ്ന്നവരായി മീൻപിടുത്തം പോലെയുള്ള നിത്യവൃത്തി മാത്രം ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ശിഷ്യന്മാരെ യേശു കർത്താവ് ഇവിടെ തൻ്റെ സഹോദരന്മാരെന്ന് വിളിക്കുന്നു. അപ്പോഴാണ് യേശുവിൻ്റെ സ്വന്തം അമ്മയിൽ പിറന്ന 6 സഹോദരങ്ങളെങ്കിലും അവിടെ ഉള്ളത്. 6 സഹോദരങ്ങളെങ്കിലും മറിയ പ്രസവിച്ചവരായി യേശുവിന് വേറെയുണ്ട്. പക്ഷേ അവർ പുറത്തു വന്ന് യേശുവിനെ വിളിച്ചു. അതാരോ പറഞ്ഞപ്പോൾ അവരോട് യേശു പരസ്യമായി പറയുന്നു, ഈ പുറത്തു നിന്നെന്നെ വിളിക്കുന്ന എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിച്ചു വളർന്ന ഇവരല്ല എൻ്റെ സഹോദരങ്ങൾ. പിന്നാരാ? ദൈവവചനം കേട്ട് ചെയ്യും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന മനുഷ്യരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ആ വചനപ്രകാരമാണ് ഈ ഗലീലക്കാരായ നിരക്ഷരകുക്ഷികളായ മുക്കുവ മനുഷ്യരെ യേശു സഹോദരങ്ങളെന്ന് വിളിച്ചത്. സ്വന്തം അമ്മയ്ക്ക് പിറന്ന സഹോദരങ്ങളെ സഹോദരങ്ങളെന്ന് വിളിക്കാതെ വെറും താഴേ തട്ടിൽ കിടന്ന യാതൊരു യോഗ്യതകളും പറവാനില്ലാത്ത എന്നെയും നിങ്ങളെയും യേശു അഭിമാനത്തോടെ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുവിൻ്റെ ആ സഹോദരങ്ങളും യേശുവിൽ വിശ്വസിച്ചു, കർത്താവിനോട് പിന്നെ ബന്ധപ്പെട്ടു എന്നുള്ളത് ചരിത്രമാണ്. അതിൽ 2 പേർ നമുക്ക് വേദപുസ്തകത്തിനകത്ത് പുസ്തകങ്ങളും എഴുതി തന്നിട്ടുണ്ട്, യാക്കോബും യൂദായും. അവർ 2 പേരും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ യേശു മശിഹയാണെന്ന് വിശ്വസിക്കാതിരുന്നവരാണ്. അതുകൊണ്ടാ എടുത്ത് യാക്കോബിനെ പറ്റി 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. എന്താ പറയുന്നേ? അനന്തരാവൻ യാക്കോബിനും വാക്യം കൊണ്ട് വായിച്ചു. പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും സ്തോത്രം. യാക്കോബിനും. സ്തോത്രം. എന്താ യാക്കോബിന്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നത്? മർക്കോസ് 6:3 മുതൽക്കുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. സഹോദരന്മാര് വിശ്വസിച്ചിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ
സഹോദരന്മാരുടെ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരന്മാരായ മതി മതി. 4 സഹോദരന്മാർ. മൂത്തയാൾ ആരാ? യാക്കോബ്. യഹൂദന്മാർക്കിടയിൽ മൂത്ത പുത്രന്റെ സ്ഥാനം നമുക്കറിയാം. ഇരട്ടി പങ്കിനർഹരാണ്. യേശുവിനെ തൽക്കാലം മാറ്റി നിർത്താം. എന്നാൽ മറിയയുടെ ദാമ്പത്യ ജീവിതത്തിൽ പിറന്ന 4 ആൺമക്കൾ, അതിൽ ഒന്നാമൻ യാക്കോബ്. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ അവൻ യാക്കോബിനും എന്ന് മൂത്തയാളിന്റെ പേരെടുത്തു പറഞ്ഞത്. അതിനുശേഷമാണ് ഈ സഹോദരങ്ങളൊക്കെ അയ്യോ ഞങ്ങളുടെ അച്ചാച്ചൻ മശിഹയായിരുന്നല്ലേ എന്ന നിലയിൽ വിശ്വസിച്ചത്. സ്തോത്രം. എന്നാൽ അവർ വിശ്വസിക്കുന്നതിന് മുമ്പ് ആ അക്ഷരീക രക്തബന്ധത്തിലെ സഹോദരങ്ങളെ സഹോദരന്മാരെന്ന് സംബോധന ചെയ്യാതെ, സ്തോത്രം, കേവലം മനുഷ്യരായ, മുക്കുവരായ, നിരക്ഷരരായ, ഇല്ലിറ്ററേറ്റ് നിരക്ഷരരായ മനുഷ്യരെ സഹോദരങ്ങൾ എന്ന് വിളിച്ച കർത്താവിൻ്റെ ആ സ്നേഹം, നമ്മളോടുള്ള ആ കർത്താവിൻ്റെ മാന്യമായ ഇടപെടൽ, the honor we received, നമുക്ക് കർത്താവിൽ നിന്നും ലഭിച്ച ആ മാന്യത, ആ ആദരവ് എത്ര ശ്രേഷ്ഠമാണ്. സ്തോത്രം, എത്ര ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? മറ്റൊന്നുമില്ലെങ്കിൽ ഇന്ന് നമുക്കിവിടെ നിർത്താം. സ്തോത്രം. ദൈവം നമ്മെ മാനിച്ച മാന്യത, ദൈവമക്കൾ എന്ന പദവി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ എന്ന ശ്രേഷ്ഠത, സ്തോത്രം, നാം അതിന് അർഹരായിരുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.